മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു. മറയൂർ പാമ്പൻമലയിൽ 2 വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീടുകൾക്ക് മുൻപിൽ ഏറെ സമയം തമ്പടിച്ച ശേഷമാണ് പടയപ്പ പിൻവാങ്ങിയത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂരിന് സമീപമാണിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. പാമ്പൻമല, കാപ്പി സ്റ്റോർ, ചട്ടമൂന്നാർ, ലക്കം ന്യൂ ഡിവിഷൻ, തലയാർ, കടുകുമുടി എന്നീ പ്രദേശങ്ങളിലൂടെ കാട്ടാന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പാമ്പൻമലയിലിറങ്ങിയ പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രദേശവാസിയായ ശിങ്കാരത്തിന്റെ വീടിന്റെ മേൽക്കൂര പടയപ്പ തകർത്തു. വീടിന്റെ ജനാലകളും വാതിലും തകർത്ത് കാട്ടാന പരാക്രമം നടത്തിയതോടെ വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ശിങ്കാരം ഭയപ്പാടോടെ വീട്ടിൽ കഴിഞ്ഞുകൂടി. 5 பேர் இருந்தோம். 5 பேர் இருந்து நான் அந்த பெட்டியில் இருந்துடல. அந்த பெட்டியில் தவிர வேற எங்கேயும் நான் எந்திக்கல. வேற மறுபடியும் சோத்து பானியை வந்து தட்டை தடிச்சு அந்த தட்டில் வந்து அப்படின்ட்டு நான் வீட்டில் ஓடிட்டேன். இந்த தும்பிக்கை அங்கே வந்து அவுத்தேன். அதுக்கு பிறகு பிள்ளையெல்லாம் ஓடிச்சு. நான் மட்டும்தான் வீட்டுக்குள்ளே இருந்தேன். ഈ വീടിന് സമീപത്തുള്ള രാജയുടെ വീടിന്റെ മേൽക്കൂരയ്ക്കും കാട്ടുകൊമ്പൻ നാശം വരുത്തി. ആന വീടിന് നേരെ പരാക്രമം നടത്തിയ സമയം വീട്ടിൽ ആളുകളുണ്ടായിരുന്നു. ഇവർ ഏറെ ഭീതിയോടെയാണ് ഈ സമയം വീട്ടിൽ കഴിഞ്ഞുകൂടിയത്. പടയപ്പ മറയൂർ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അത് പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കും. കഴിഞ്ഞ ദിവസം മറയൂർ പഞ്ചായത്തിലെ പള്ളനാട്ടിലെ കൃഷിസ്ഥലങ്ങളിലെത്തി ആന നാശനഷ്ടമുണ്ടാക്കി. തോട്ടം മേഖല മറികടന്ന ആന തെങ്ങ്, പച്ചക്കറി, കരിമ്പ് ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് കർഷകർക്ക് ആശങ്കയാകുന്നുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, മറയൂർ.